എന്തായി ഭാർഗവ, പ്രശ്നം സോൾവ് ചെയ്തോ? ഇല്ല സർ. സംശയം ഉണ്ടെന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ പേരെന്താ? ലേഖ ജൂലി, കോളേജിലെ നേതാക്കളാണ് സർ. ഈ വരുന്ന സാർ ലേഖ. സാറാണോ കമ്മീഷണർ? നോ, ഐ ആം CI വിഘ്നേശ്വർ. സകല വിഘ്നങ്ങളും മാറ്റാൻ വേണ്ടി നാളികേരം മുടച്ച് കുമ്പിട്ട് തൊഴുന്ന വിഘ്നേശ്വര ഭഗവാനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഓ, അപ്പൊ ഗണപതിയാണല്ലേ? സൈലൻസ്. ഈ CI വിഘ്നേശ്വർ ഇറങ്ങി സകല വിഘ്നങ്ങളും മാറ്റിയ ശേഷം മാത്രമേ കർത്താ സാർ ഇറങ്ങൂ. കർത്താ സാർ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കർമ്മം ക്രിയ, വെറും ക്രിയയല്ല, കൈക്രിയ. ദാറ്റ് ഈസ് ഇഡിയൻ കർത്താ സാർ. റെഡി സർ? ഞാൻ എന്ത് കർത്താന്ന് താൻ പറഞ്ഞു? ഇഡിയൻ കർത്ത. ഒരു വെയിറ്റ് ഇരിക്കട്ടെ എന്ന് കരുതി സാർ. അനാവശ്യമായ വിശേഷണങ്ങൾ ചേർത്ത് ആളുകളെ പരിചയപ്പെടുത്തിയാൽ നേരിൽ കാണുമ്പോൾ ജനങ്ങളുടെ ഇംപ്രഷൻ പോകും. അതല്ലെങ്കിലും പോകും സാർ. അത് ഞാൻ എന്റെ കോട്ട് കൊണ്ട് കവർ ചെയ്യും. താനെന്ത് ചെയ്യും? ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെ? വളരെ ഓക്കെയാണ് സാർ. സാറിന് ഇരിക്കാനുള്ള അന്തരീക്ഷം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. പീപ്പിൾ ലാക്കിംഗ് ഇന്റലിജൻസ് ഷോ ദെയർ മസിൽ പവർ. എല്ലാവരും കേട്ടല്ലോ? അതിന്റെ മീനിങ് പിന്നീട് എനിക്ക് പറഞ്ഞു തരണേ സാർ. ഓക്കേ, കം ഓൺ. കമിങ് സർ. പണ്ട് ഞാനൊരു ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയെ വളർത്തിയിരുന്നു. മെരുങ്ങാൻ സമയമായിട്ട് മെരുങ്ങാതെ അതൊരു ദിവസം എന്റെ നേരെ കുരച്ചു ചാടി. ഞാനൊരു പിസ്റ്റൾ എടുത്ത് ഡിഷിം ഡിഷിം ഡിഷിം. മെരുക്കാൻ ശ്രമിച്ചിട്ടും മെരുങ്ങാത്തവർക്ക് എന്റെ ഈ ജീവിതകഥ ഒരു പാഠമായിരിക്കട്ടെ. സാർ, ഇവിടെയെങ്കിലും വേറൊരു കഥ പറയുമെന്ന് വിചാരിച്ചു. പ്രൊസീജിയർ കോഡ് ഡിമാൻഡ്സ് വിമൻ പോലീസ് പാർട്ടിസിപ്പേഷൻ. ദുർഗ, 98 കിലോ തൂക്കവും 8.5 കുതിരശക്തിയുമുള്ള ഞങ്ങളുടെ സർക്കിളിലെ ഏക വനിതാ കോൺസ്റ്റബിൾ. നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ഈ വസ്തു മതിയാവോ? പ്ലീസ് പ്ലീസ് മാറിക്ക്. ഗുഡ് മോർണിംഗ് കമ്മീഷണർ. ഞാൻ ഫാദർ കച്ചറത്തറ. എത്രത്തറയല്ല, കച്ചറത്തറ മൈ ഫാമിലി നെയിം. പിന്നെ ഇവരിവിടുത്തെ മേട്രനാണ് മേരി പയസ്. വളരെ സ്ട്രേഞ്ച് നെയിം ഇല്ലേ സർ? മേരി പൈൽസ്. പയൽസ് അല്ല, പയസ്. പയസ് ഹസ്ബൻഡാണ്. ആയിക്കോട്ടെ, മിസ്സസ് മേരി പയസ്. അതായത് നമുക്ക് ഈ ഹോസ്റ്റൽ ഒന്ന് സെർച്ച് ചെയ്യണം. ആരാണ് ലേഖയും ജൂലിയും? ഞാനാ സാർ ലേഖ. ജൂലി എവിടെ? ഞാനാണ് സാർ ജൂലി. ലേഖയും ജൂലിയും എന്റെ കൂടെ വരണം. നിങ്ങളുടെ മുറി ഒന്ന് കാണണം. ഓക്കേ സർ. വിഘ്നേശ്വർ, എല്ലാ റൂംസും വിശദമായി സെർച്ച് ചെയ്യണം. ഓക്കെ, വരൂ. പോലീസ് ഫോഴ്സ് ഇവിടെ തന്നെ നിന്നാ മതി. ഈ പെൺകുട്ടികളെ പുറത്തേക്കോ അകത്തേക്കോ വിടരുത്. മേട്രൻ, യു കം വിത്ത് മീ. രണ്ടാളുടെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല സർ. ഇങ്ങനൊരു അനുഭവം ഇത് ആദ്യമായിട്ടാ, അതുകൊണ്ടാ. സത്യത്തിൽ പേടിച്ചു പോയി സർ. ഓഹോ, എന്നെ കണ്ടിട്ടാണ് ഒട്ടും പേടിക്കണ്ട. സ്നേഹിക്കാൻ കൂടി അറിയാവുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. എ ഹാർട്ട് ഫുൾ ഓഫ് ലവ്. നിങ്ങളിൽ ആരുടെ ലവറാണ് രമേശ്? പേടിക്കണ്ട. ലവ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്ലസന്റ് ഫീലാണ്. അതിന് പ്രായഭേദമില്ല. ഐ ലൈക്ക് ഇറ്റ്. രമേശ് ഞങ്ങളുടെ ലവർ ഒന്നും അല്ല സർ. ഈസ് എ ബെസ്റ്റ് ഫ്രണ്ട്. അത്രേ ഉള്ളൂ സർ. യുവർ ബോയ് ഫ്രണ്ട്? എന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായി കണക്കാക്കാം. ഞാൻ ഇപ്പോഴും ഒരു യങ് മനസ്സുള്ള സ്റ്റുഡന്റിനെ പോലെയാ. സ്റ്റിൽ ഐ ആം എ ബാച്ചലർ ബോയ്, യു നോ. ഈ രമേശിന് ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ തോന്നുന്നു. നന്ദിനി പ്രസാദ് അല്ലേ? അതെ സർ. അവരെ അറിയോ? അറിയാം സർ. അതർ റിലേറ്റീവ്സ്? അറിയില്ല സർ. ഇതിലാണ് സർ. ഓ, താങ്ക് യു. ഈ ഹോസ്റ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോലീസുകാർ കയറി ഇറങ്ങുന്നത്. പോലീസുകാർ കയറി ഇറങ്ങുന്നത് ഒരു ഹോസ്റ്റലിന്റെ ഐശ്വര്യമാണ് മിസ്സസ് മേരി പൈൽ. എല്ലായിടവും നല്ലതുപോലെ അരിച്ചു പറക്കിക്കോണം. ഒരാളെ ഒന്നുമല്ല, 5-8 ആളുകളെ ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അല്ലേ? നോ സർ, മേരി മാഡം ഭയങ്കര സ്ട്രിക്റ്റാ. അല്ലെങ്കിൽ ഒളിപ്പിച്ചേനെ അല്ലേ? സർ, ഇതാണ് റൂം. ഓഹോ, എന്താ സർ? ഇവിടെ ഒരു പുരുഷഗന്ധം. ഇവിടെ തീർച്ചയായും ഒരു പുരുഷന്റെ ഗന്ധമുണ്ട്. അത് സാറ് പുരുഷനാണല്ലോ. അല്ലല്ല. അയ്യോ അല്ലേ സർ? അതല്ല, ഞാൻ മറ്റൊരു പുരുഷന്റെ ഗന്ധം എന്നാണ് ഉദ്ദേശിച്ചത്. സാറിന് തോന്നുന്നതായിരിക്കും. തോന്നുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. ഇല്ല സർ, സാറല്ലാതെ മറ്റൊരു പുരുഷൻ ഇവിടെ വന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ കസിൻസ് വന്നാൽ പോലും താഴത്തെ ഗസ്റ്റ് റൂം വിട്ട് മുകളിലേക്ക് വരാൻ മേരിമാഡ് സമ്മതിക്കില്ല സർ. ഈ റൂം വളരെ സ്പേഷ്യസ് ആണല്ലോ. ഹോസ്റ്റലിലെ എല്ലാ റൂംസും ഇതുപോലെയാണോ? അല്ല സർ, ഇത് മുത്തച്ഛനും മാനേജ്മെന്റുമായിട്ടുള്ള ധാരണയില് സ്പെഷ്യലായിട്ട് കിട്ടിയതാ. ആരുടെ മുത്തച്ഛൻ? ലേഖ ലീഡർ കെയറിന്റെ പേരക്കുട്ടിയാണ് സർ. പിന്നെ ഇവളുടെ ഡാഡിയുടെ ഡൊണേഷന്റെ ഒരു പുഷിങ്ങും കൂടി ഉണ്ട് സർ. ഓ, രണ്ടാളും ഇവിടുത്തെ വലിയ VIPs ആണല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഗോൾഡൻ ജൂബിലി ഡേ ആയതുകൊണ്ട് മേക്കപ്പിന് മറ്റേ എടുത്തു വെച്ചതാ സർ. ചെറുതായിട്ട് മീശ ഉള്ള ചിലര് ഹോസ്റ്റലിലുണ്ട് സർ. അവർക്ക് ഡാൻസിനും മറ്റും മേക്കപ്പ് ചെയ്യാനായിട്ട്. ജൂലി നന്നായിട്ട് മേക്കപ്പ് ചെയ്യുമല്ലേ? നന്നായിട്ടൊന്നുമില്ല സർ. മൂക്കിലെ രാജ്യത്ത് മുറിമുക്കൻ രാജാവെന്ന് പറഞ്ഞ പോലെ ആർട്സ് ക്ലബ് സെക്രട്ടറി അല്ലേ, അതുകൊണ്ട്. നാർക്കോട്ടിക് സെല്ലിൽ 3 കൊല്ലം പയറ്റിത്തെളിഞ്ഞ് എന്നോട് കള്ളം പറയണ്ട. ട്രിവാൻഡ്രം എയർപോർട്ടിൽ 5 കോടിയുടെ ബ്രൗൺ ഷുഗറുമായി എത്തിയ മുഹമ്മദ് അൻസാരിയെ വെറും സ്മെല്ല് കൊണ്ട് കണ്ടുപിടിച്ച് കസ്റ്റഡിയിലെടുത്തവനാ ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ പോലീസ് നായയുടെ ആവശ്യമില്ലെന്ന ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ പേരും പറയുന്നത്.
I have my own style of investigation, you know. I am too intelligent. ഇനി പറയൂ, രമേശിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ സാർ. പറഞ്ഞില്ലല്ലോ. രമേശിനെ ഞങ്ങൾ എന്തിനാ സാർ ഒളിപ്പിക്കുന്നത്? ഗസ്, ഇതാരെഴുതിയതാ? ഇവളുടെ പണിയാ. മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ എവിടെയാന്നൊന്നും നോക്കില്ല, കുത്തി വരയ്ക്കും. അതാ സ്വഭാവം. യെസ്, ഗസ്. നിങ്ങൾ എന്തിന് രമേശിനെ വിളിപ്പിക്കണം? സ്റ്റെഫി ഗ്രാഫ്, സാനിയ മിർസ നിങ്ങളുടെ ഫേവറേറ്റ്സ് ആണോ? അതെ സർ. ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടമാണോ? അതെ. രമേശ് നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണല്ലേ? അതെ സർ. നിങ്ങൾക്ക് അവരോട് ആരാധനയാണല്ലേ? ഇല്ല സർ. ആരാധന മൂത്തൊരു ക്രിമിനലിനെ ഒളിപ്പിച്ചാലുള്ള അവസ്ഥ അറിയാലോ. എന്താ സർ? കോബ്ര. കണ്ട പങ്കായത്തിന് അടിച്ച പോലത്തെ പാട് കണ്ട. ചുടുകാരക്കിഴി ബെസ്റ്റാ. ഈ ഒരു പാടേ ഉള്ളൂ. എന്താ പോരെ? അല്ല, അവന്റെ അടിയുടെ ഒരു ഊക്കനുസരിച്ച് ഒരു 5-6 എണ്ണെങ്കിലും കാണണ്ടതാ. കണ്ടാ അത്രയും കാണാത്തതിൽ നിനക്ക് വലിയ വിഷമല്ലയോ? അല്ല സർ, ഒരെണ്ണമെങ്കിലും കണ്ടല്ലോ എന്നുള്ള സന്തോഷമേ ഉള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരെണ്ണം അല്ലേ ഉള്ളൂ എന്നാ. പോയി നീ അങ്ങനെ അധികം ഉദ്ദേശിക്കല്ലേ. ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ പോ. തല്ല് കിട്ടിയതല്ലേ. മിനിസ്റ്റർ അല്പം റിസ്ക് എടുക്കട്ടെ. റിസ്ക് അല്ല പിന്നെ തെറ്റിച്ചേ പറയൂ. ആ യൂത്ത് വിങ്ങിന്റെ വിജയനും പങ്കജാക്ഷനും വന്ന് കാണാൻ നിൽക്കുന്നു. എന്തോന്ന് അടിയുടെ പാടോ? അല്ല സാറിനെ ഒരു ഊത്തിനെ ഇങ്ങോട്ട് കയറ്റി വിടണ്ട. ഓ, IG പോയോടോ? ഇല്ല, TV ന്യൂസ് കണ്ടോണ്ടിരിക്കുക. ഇപ്പൊ കുറച്ചുകൂടി സ്ലോ മോഷനിലാ കാണിച്ചോണ്ടിരിക്കുന്നത്. അടി കൊണ്ട് സാറിങ്ങനെ പറന്നു വീഴുന്ന. ആ കുന്ത്രാണ്ടോ അടിച്ച് പൊട്ടിക്കണോ? മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി ഓരോരുത്തന്മാര് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. തെണ്ടികള്, പാട്ടികള്. താൻ പൊട്ടിക്കണ്ട, ചെന്ന് ഓഫ് ചെയ്യ്. ചെല്ല്. അവന്മാർക്ക് ചാകരയല്ലേ കിട്ടിയേക്കണത്. ചാകര. അതാരാ? ഹലോ, അതേടാ ഞാൻ തന്നെ. നീ എന്നാ ഈ പറയുന്നത്? മന്ത്രിയാവുമ്പോ അങ്ങനെ ചെളിവാരി അറിയാൻ പലരും കാണും. അസൂയ അല്ലാണ്ടെന്താ? നിന്റെ ചേട്ടനെ കുറിച്ച് നിനക്കറിയാമേലേ? തികഞ്ഞ ഒരു ഗാന്ധിയനായ നടേശൻ അങ്ങനെ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? എന്താ പറഞ്ഞു TV കണ്ടെന്നോ? ചുമ്മാ ക്യാമറ ട്രിക്ക്. ശരി. ഓ, ഈ TV കാരന്മാരെ കൊണ്ട് തോറ്റ്. ലണ്ടനിൽ നിന്ന് ദിനേശനാ. എനിക്ക് മനസ്സിലായി. ലണ്ടനിൽ ഡ്യൂപ്ലിക്കേറ്റ് പോയ ദിനേശനല്ലേ? തെറ്റിയല്ലേ? തെറ്റി. ഒരു വാക്ക് നേരെ പറയാൻ അറിഞ്ഞൂടാ. പ്രധാനമന്ത്രിയാവാനാ മോഹം. ഡ്യൂപ്ലിക്കേഷൻ അല്ലടോ, ഡെപ്യൂട്ടേഷൻ. ഉദ്ദേശിച്ചത് അത് തന്നെയാണ്, പക്ഷെ സ്പെല്ലിംഗും തെറ്റിപ്പോയി. എന്തായടോ? കോളേജും ഹോസ്റ്റലും എല്ലാം സെർച്ച് ചെയ്തു സാർ. അവനെ കിട്ടിയിട്ടില്ല. സിറ്റിയിൽ ഇപ്പൊ പോലീസ് തിരയുന്നുണ്ട്. നാട് മുഴുവൻ മിനിസ്റ്ററുടെ പാർട്ടിക്കാർ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുക. കോവളത്ത് 3 ബസ്സുകൾ കല്ലെറിഞ്ഞ് തകർത്തിട്ടുണ്ട്. കൊല്ലത്ത് പോലീസ് ജീപ്പും കത്തിച്ചു. TV ചാനലുകാർ ആ ചെക്കൻ മിനിസ്റ്റർ എടുത്തിട്ട് തല്ലുന്നത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക. കരാറ്റെ പഠിച്ചത് കൊണ്ടാണ് അവന് ചാടി വീണ് ചവിട്ടാൻ പറ്റിയത്. ഈ മിനിസ്റ്റർ അല്പ കരാറ്റെ പഠിച്ചിരുന്നെങ്കിൽ അവന്റെ ഇടി കൊണ്ട് തെറിച്ച് വീഴില്ലായിരുന്നു. കുഴപ്പമായോ? ഇപ്പൊ മിനിസ്റ്റർക്ക് എങ്ങനെയുണ്ട് സാർ? കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരാളെയും കാണാൻ കൂട്ടാക്കുന്നില്ല. ഡോക്ടേഴ്സിനെ പോലും അലോ ചെയ്യുന്നില്ല. ആരും വേണ്ടെന്ന് പറയുന്നത്. ആകെ നാണക്കേടായില്ലേ? ആ MLA തങ്കപ്പനും PA കൂടി ആവി പിടിച്ചോണ്ടിരിക്കുക. തന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെന്ന് സമാധാനം എന്താ വെച്ചാൽ ബോധിപ്പിച്ചോ സാർ. കമ്മീഷണർ സാറേ, ഞങ്ങളുടെ മിനിസ്റ്ററെ തല്ലിയവനെ നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിടിക്കും. അവന്റെ അമ്മയെ മിനിസ്റ്റർ അദ്ദേഹം മാനം കടത്തിന്ന് പറഞ്ഞല്ലേ നടക്കുന്നത്. അമ്മയുടെ മോന്റെ ശവം ഞങ്ങൾ കാണിക്കില്ല. എന്തിനാ സാറേ ഈ തൊപ്പിയും വെച്ചുകൊണ്ട് നടക്കുന്നത്? തൊപ്പിയും വെച്ച് നടക്കുന്നത് തന്റെ നേതാക്കന്മാര് പെണ്ണ് പിടിക്കാനും മറ്റു തെമ്മാടിത്തരത്തിനൊക്കെ പോകുമ്പോ എസ്കോട്ട് പോകാൻ. ഒന്ന് പോടോ. പാർട്ടി ടിക്കറ്റ് തരാം, MLA സ്ഥാനം തരാന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി. നമുക്ക് ഈ ചുരണ്ടല് തന്നെ മിച്ചം. ഇത്തവണ സ്വർണം ഞാൻ ചുരണ്ടി എടുക്കും. ദാസപ്പൻ വളരെ ബിസിയാണെന്ന് തോന്നുന്നു. ഞാനിത് ചുരണ്ടിക്കൊണ്ടിരിക്കുക. ഖജനാവിന്ന് ആവശ്യത്തിന് ചുരണ്ടുന്നുണ്ടല്ലോ, അത് പോരെ? എന്ത്? അല്ല, സ്വർണത്തം പോലെ ചുരണ്ടെന്ന കാര്യം സാർ ഉദ്ദേശിച്ചത്. 2 ചിഹ്നം കൂടി ഒത്തു വന്നിരുന്നെങ്കിൽ സ്വർണം ഉറപ്പായിരുന്നു. മിനിസ്റ്റർക്ക് ഞവരെ കിഴി, തനിക്ക് സ്വർണ്ണത്തം പോലെ. മിനിസ്റ്ററുടെ അണപ്പില് 2 പോയി കേട്ടത് ശരിയാണോ? അതിന് ഇനി സമയമുണ്ടല്ലോ, താൻ ബേജാറാവണ്ട. മിനിസ്റ്റർ അടിച്ചോ ആഞ്ഞടിച്ചോ, അതിനൊന്നും ഒരു കുറവുമില്ല.
ഇടോ നിങ്ങളെ തൊലിഞ്ഞ സല്യൂട്ട് അല്ലേ എനിക്ക് വേണ്ടത്. ആ റാസ്കലിനെ പിടിച്ചോ. അവനെ പിടിക്കാൻ വല വീശി കഴിഞ്ഞു സാർ. വിരിപ്പോലെ വിരിച്ച് കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങാട് നോക്കണോ, വീശി വലത് ഇങ്ങനെ അങ്ങ് എടുത്തിട്ടുണ്ടല്ല, വാട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വീശണം. അങ്ങനെ വീശിട്ടുണ്ട്. മനസ്സിലായില്ലേ? തന്നെ ഊതിയതാടോ. കർത്താവിനാണോ ചോദിച്ചത്? കർമ്മം മറുപടി പറയണ്ട. മിനിസ്റ്റർ ഭയങ്കര ജോളിയാ. ഇത്രയും വലിയ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും ഇത്തിരി പോകുന്ന ഒരു പീക്കിരി ചെക്കനെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. കൊമ്പൻ സ്രാവുകൾ എളുപ്പത്തിൽ വലയെ കൊടുക്കും, വരാലുകൾ പിടിതരില്ല, വഴുതി പോകും. പറഞ്ഞാൽ ശരിയല്ലടോ? അനുഭവസ്ഥനായ സാറ് പറയുമ്പോ ഞാൻ എങ്ങനെ എതിര് പറയും? എന്താ പറഞ്ഞ സാറത് ജനറൽ അല്ലാതെ പഴയ മീൻപിടുത്തമല്ല. ഇതും പിന്നല്ലാതെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 24 മണിക്കൂറിനകം ആ തെമ്മാടിയെ പിടിച്ച് തലയടിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ. ഈ മണിക്കൂറിന്റെ കണക്കൊക്കെ പറഞ്ഞു വരട്ടുന്നത് പഴയ രീതിയാണ് സാർ. പോലീസുകാർ അവരുടെ പണി ചെയ്യുന്നുണ്ട്. ഈ വിളിച്ചു വരുത്തിയ സമയം കൊണ്ട് തന്നെ അന്വേഷണം എത്രയോ മുമ്പോട്ട് പോകുമായിരുന്നു. വിത്ത് യുവർ പെർമിഷൻ സാർ. വിഘ്നേശ്വർ, കമാൺ. ഒന്ന് പോടും.